Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് icse ക്ലാസ് 10ന്റെ സ്ട്രിംഗ് മാനിപ്പുലേഷനിലെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് എ സ്ട്രിംഗ് ആൻഡ് പ്രിന്റ് ഔട്ട് ദ ടെക്സ്റ്റ് വിത്ത് upper and lower case letters reversed but all other characters should remain the same as before. അതായത് നമ്മൾ കൊടുക്കുന്ന എന്ത് ഇൻപുട്ട് ആണോ അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കണം ഔട്ട്പുട്ട് വരുന്നത്. അതായത് നമ്മൾ അപ്പർ കേസിലാണ് കൊടുത്തെങ്കിൽ എല്ലാം ലോവർ കേസ് വരണം, ലോവർ കേസ് കൊടുക്കുകയാണെങ്കിൽ അപ്പർ കേസ് വരണം, മിക്സഡ് ആയിട്ടാണ് കൊടുത്തെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരണം. അതായത് ഇതാ ഇവിടെ മിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വെൽക്കം ടു സ്കൂൾ എന്ന് W ക്യാപിറ്റൽ ആയിരുന്നു, ഔട്ട്പുട്ട് വന്നപ്പോൾ സ്മോൾ ആയി. ഈ സ്മോൾ ആയിരുന്നു, ഔട്ട്പുട്ട് വന്നപ്പോൾ ക്യാപിറ്റലായി. കണ്ടോ? ഇങ്ങനെ നേരെ റിവേഴ്സ് ചെയ്ത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ട്രിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു ജാവ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. റിവേഴ്സ് കേസ് എന്ന് കൊടുക്കുക, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കുക. ഇനി എന്താണ്, യൂസറുടെ കയ്യിൽ നിന്ന് ഒരു സ്ട്രിംഗ് ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കണം. സിസ് ഔട്ട് എൻ്റർ എ സ്ട്രിംഗ് എന്ന് കൊടുക്കുക. പിന്നെ സ്കാനറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കുക. ഇനി എന്താണ്, നമ്മുടെ സ്ട്രിംഗ് വാങ്ങണം അല്ലേ. അപ്പോൾ ഒരു സ്ട്രിംഗ് വേരിയബിൾ കൊടുക്കുക. സ്ട്രിംഗ് S ഈക്വൽ ടു സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ലൈൻ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്ട്രിംഗ് വാങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ്, ഈ സ്ട്രിംഗിൽ കൂടെ ഐട്രേറ്റ് ചെയ്ത് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എടുത്തിട്ട് അത് അപ്പർ ആണോ ലോവർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്യണം അല്ലേ. സ്ട്രിംഗിൽ കൂടെ ഐട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോർ ലൂപ്പ് വെച്ചിട്ട്. അപ്പോൾ ഫോർ int I equal to 0, I less than എവിടെ വരെയാണ്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വരെ I++ എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിപ്പോൾ സ്ട്രിങ്ങിൽ കൂടെ ഐട്രേറ്റ് ചെയ്തു. ഇനി എന്താണ്, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എടുക്കണം. ഇപ്പം നമ്മൾ ആ ഇൻഡെക്സിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പം 0th ഇൻഡെക്സിലാണെങ്കിൽ അവിടുത്തെ ക്യാരക്ടർ എടുക്കണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാർ x എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഈസ് ഈക്വൽ ടു S ഡോട്ട് ക്യാരറ്റ് I. ഓക്കെ, അപ്പോൾ എന്താണ്, ഐയുടെ ഇൻഡെക്സ് മാറുന്നതിനനുസരിച്ച് ഓരോ ഇൻഡെക്സിലെയും ആ എക്സിനകത്തോട്ട് വരും. അപ്പോൾ ഇപ്പം നമുക്ക് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഐയുടെ വാല്യൂ ആദ്യം 0 അല്ലേ, അപ്പോൾ 0th ഇൻഡെക്സിലെ ക്യാരക്ടർ ഇങ്ങോട്ട് വരും. പിന്നെ ഐ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് ആവും, ഫസ്റ്റ് ഇൻഡെക്സിലെ വരും. അങ്ങനെ ഓരോ ക്യാരക്ടർ. അപ്പം നമ്മൾ ഇതിനകത്ത് ഓരോ ക്യാരക്ടറിനെ എടുത്തിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോൾ ക്യാരക്ടറിനെ നമുക്ക് കിട്ടി, അത് എക്സിനകത്തുണ്ട്. ഇനി അത് ചെക്ക് ചെയ്യണം. ഇഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എ, അതായത് എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ അപ്പർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സിന്റെ വാല്യൂ ക്യാപിറ്റൽ എക്കും ക്യാപിറ്റൽ ഇസഡിനും ഇടയിലായിരിക്കണം അല്ലെ, അതും ഇൻക്ലൂഡഡും ആയിരിക്കണം. ശരിയല്ലേ. ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ഇസഡ്. പിടികിട്ടിയല്ലോ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലല്ലേ അതൊരു അപ്പർ കേസ് ലെറ്റർ ആകത്തുള്ളൂ. അതായത് എക്കും ഇസഡിനും ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയും ഇസഡും ഇൻക്ലൂഡഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇടയിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ എയും ഇസഡും എക്സ്ക്ലൂഡഡ് ആവും. പിടികിട്ടിയല്ലോ. അപ്പൊ എപ്പോഴും ഈക്വൽ ടു കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ അപ്പർ കേസിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താണ്, ഇതിന് കറസ്പോണ്ടിങ് ഈ എക്കും ബിക്കും എന്ത് ക്യാരക്ടേഴ്സിനും ഒരു ആസ്കി വാല്യൂ ഉണ്ട്. പിടികിട്ടിയല്ലോ. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആസ്കി ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് കണ്ടോ, ക്യാപിറ്റൽ ABCDE ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് ആസ്കി കോഡാണ് ഇത്. 65 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 65, 66 അങ്ങനെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കുറെ വാല്യൂസ് ആണ് ഇങ്ങനെ പോകുന്നത്. 65 നിന്നാണ് തുടങ്ങുന്നത്. പിടികിട്ടിയല്ലോ. ഈ ലെഫ്റ്റ് സൈഡിൽ സ്മോൾ എയുടെയും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആസ്കി കോഡ് 97 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 97, 98 അങ്ങനെ പിടികിട്ടിയല്ലോ. അപ്പൊ എന്താണ്, ഇപ്പൊ നമുക്ക് കിട്ടിയ ക്യാരക്ടർ ക്യാപിറ്റൽ A ആണെങ്കിൽ നമ്മൾ അതിനെ സ്മോൾ എ ആക്കണം. പിടികിട്ടിയല്ലോ. അപ്പൊ ഈ 65നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പൊ ആസ്കി എന്ന് പറയുന്ന അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കോഡുകളാണ്. ഇപ്പൊ 65 തുടങ്ങിയാൽ പിന്നെ വേറെ വാല്യൂ അല്ല, 66, 67 അങ്ങനെയാണ് പോകുന്നത്. സ്മോളർ കേസിന്റെ ആണെങ്കിലും 97 തുടങ്ങി 98 അങ്ങനെയാണ് പോകുന്നത്. പിടികിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്കിപ്പോ ഈ ക്യാപിറ്റൽ എ സ്മോൾ എ ആക്കണമെങ്കിൽ 65നെ 97 ആക്കണമെങ്കിൽ എത്ര ഡിഫറൻസ് വരും, 32 അല്ലെ. അതായത് ഇപ്പം നിങ്ങൾ കൂട്ടുമ്പോൾ 65 + 32 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 97 കിട്ടുന്നത്. പിടികിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ ഈ എയുടെ കൂടെ ഒരു 32 കൂട്ടിയാൽ പോരെ ഈ സ്മോൾ എ കിട്ടാൻ. ഇനി സ്മോൾ എ ക്യാപിറ്റൽ ആക്കാനാണെങ്കിലോ അതേ 97 നിന്ന് നിങ്ങൾ 32 കുറച്ചാൽ മതി. ശരിയല്ലേ. അതായത് സ്മോളറിലോട്ടാക്കണമെങ്കിൽ 32 കൂട്ടണം, ഗ്രേറ്ററിലോട്ടാക്കണമെങ്കിൽ അപ്പർ കേസിലോട്ടാക്കണമെങ്കിൽ 32 കുറയ്ക്കണം. പിടികിട്ടിയല്ലോ.
അപ്പോൾ എന്താ നമ്മൾ ഇവിടെ വന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അപ്പർ കേസിലല്ലേ നിൽക്കുന്നത്, അപ്പർ കേസിനെ ലോവറിലോട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 32 കൂട്ടുക. അപ്പോൾ x = x + 32 ശരിയല്ലേ? അപ്പോഴല്ലേ അപ്പർ ലോവർ ആവത്തുള്ളൂ. ഇതിപ്പോൾ ഇവിടെ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാറിൻ്റെ കൂടെ ഒരു ഇൻറ്റ് വാല്യൂ കൂട്ടിയേക്കല്ലേ, അപ്പോൾ അതിനെ കാസ്റ്റ് ടു ക്യാർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാറിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇതിനകത്ത് ഇടുക. ഇപ്പം നമ്മൾ അപ്പറിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ, ഇനി എന്താണ് ലോവറിൻ്റെയും പറയണം. അപ്പോൾ കൊടുക്കുക else if. ഇനി നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്മോളർ കേസ് ആണെങ്കിൽ അത് നോക്കണ്ടേ. അപ്പോൾ x > or = സ്മോൾ a. പിന്നെന്താണ് ഒരു കണ്ടീഷൻ കൂടെ ഉണ്ടല്ലോ, ആൻഡ് x എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ z. പിടികിട്ടിയല്ലോ? ഇങ്ങനെയാണെങ്കിൽ അതിനെന്താണ് അപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ x = ലോവറിനെ അപ്പറിലോട്ട് ആക്കുന്നത് എങ്ങനെയാണ്, x - 32. പിടികിട്ടിയല്ലോ? നിങ്ങൾ തിരിച്ചെഴുതി വെക്കരുത്, ലോവറിന്റെ വാല്യൂ ആണ് കൂടുതൽ, അപ്പോൾ പ്ലസ് ചെയ്യണം. അപ്പറിന്റെ വാല്യൂ ലോവറിലോട്ടാക്കാൻ മൈനസ് ചെയ്യണം. അപ്പറിന്റെ വാല്യൂ ലോവറിലോട്ടാക്കാൻ പ്ലസ് ചെയ്യണം, ലോവറിന്റെ അപ്പറാക്കാൻ മൈനസ് ചെയ്യണം. പിടികിട്ടിയല്ലോ? ഇവിടെയും ക്യാറിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇപ്പം നമ്മുടെ ഓരോ ക്യാരക്ടറും ഇങ്ങനെ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കും. ഇനി എന്താണ്, ഇതിപ്പോൾ നമുക്ക് ഈ എക്സ് പ്രിന്റ് ചെയ്താൽ നമുക്ക് വാല്യൂ എല്ലാം കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ വെൽക്കം ടു ഊട്ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ നമുക്ക് കിട്ടണ്ടല്ലോ. അത് ഓരോ ക്യാരക്ടറായിട്ട് താഴെ പ്രിന്റ് ചെയ്ത് വരികയല്ലല്ലോ വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഓരോ എക്സിനെയും ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തത് വരുമ്പോൾ സ്ട്രിങ്ങിലോട്ട് അപ്പൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഈ ഇഫ് എൽസ് ലൂപ്പിന്റെ വെളിയിൽ വന്നിട്ട് ഇപ്പം ഇവിടെ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. സ്ട്രിങ് റിസൾട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് നള്ളായിട്ട് ഇട്ടു. എന്നിട്ട് ആ റിസൾട്ടിനകത്തോട്ട് അപ്പൻഡ് ചെയ്ത് കൊടുക്കാം. ഫോർ ലൂപ്പിനകത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. റിസൾട്ട് = റിസൾട്ട് പ്ലസ് എക്സ്. ശരിയല്ലേ? അതായത് നമ്മളിപ്പോൾ റിസൾട്ട് = x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടർ വരും, പിന്നെ അടുത്ത ക്യാരക്ടർ വരുമ്പോൾ റീപ്ലേസ് ആവും. അപ്പം കിടക്കുന്നതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വേണ്ടേ പോകാൻ, അതുകൊണ്ടാണ് റിസൾട്ട് + x എന്ന് കൊടുത്തത്. ഈ ഫോർ ലൂപ്പിന്റെ വെളിയിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ റിസൾട്ട് അങ്ങ് പ്രിന്റ് ചെയ്താൽ മതി. സിസ്ഔട്ട് റിസൾട്ട്. പിടികിട്ടിയല്ലോ? അപ്പം നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ പ്രൊജക്റ്റ് ഏതാണ്? റിവേഴ്സ് കേസ്, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. അപ്പം നമുക്ക് എൻ്റർ എ സ്ട്രിങ്, ആദ്യം എല്ലാ സ്മോൾ കേസ് കൊടുത്ത് നോക്കാം. വെൽക്കം ടു ഊട്ടി. ഫുള്ള് അപ്പർ കേസിലോട്ട് വന്നിട്ടുണ്ട്. പിടികിട്ടിയല്ലോ? ഇനി നമുക്ക് മിക്സഡ് ആയിട്ട് കൊടുത്ത് നോക്കാം. വെൽക്കം ടു ഊട്ടി ഇങ്ങനെ കൊടുത്ത് നോക്കാം. വെൽക്കം ടു ഊട്ടി. കണ്ടല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നിങ്ങളൊരു സ്ട്രിങ് വാങ്ങിക്കുക, എന്നിട്ട് ആ സ്ട്രിങ്ങിൽ കൂടെ ഐട്രേറ്റ് ചെയ്യുക. എവിടം തൊട്ടാണ്? 0 തൊട്ട് അതിൻ്റെ ലെങ്ത് വരെ. എന്നിട്ട് ഓരോ ഇൻഡെക്സിൽ കിടക്കുന്ന ക്യാരക്ടറിനെയും എടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക ആ ക്യാരക്ടർ എയ്ക്കും ഇസഡിനും ഇടയിലാണോ എന്ന്, ക്യാപിറ്റൽ എയ്ക്കും ഇസഡിനും. അങ്ങനെയാണെങ്കിൽ സ്മോളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താണ്, സ്മോളിൻ്റെ വാല്യൂ ആണ് കൂടുതൽ, അതുകൊണ്ട് പ്ലസ് ചെയ്യണം. പിന്നെ അത് സ്മോളർ കേസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. പിടികിട്ടിയല്ലോ? എന്നിട്ട് ആ റിസൾട്ടിനെ ഒരു സ്ട്രിങ്ങിലോട്ട് അപ്പൻഡ് ചെയ്ത് കൊടുത്ത് റിസൾട്ട് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.